അപ്പോൾ നമുക്കത് വീണ്ടും മാത്തേരാനിലോട്ട് പോകട്ടെ. അപ്പോൾ ഇതാണ് റിയൽ മാത്തേരാൻ സ്റ്റോറി. അതായത് നിങ്ങൾ റീലിൽ കണ്ട കുറേ മഴയും വെള്ളച്ചാട്ടവും അതല്ലാത്ത മഴയില്ലാത്ത സമയത്ത് പോയാൽ കാണാമോ മാത്തേരാൻ ഇതാട്ടോ. അപ്പോൾ ഞങ്ങളൊരു 5:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി സൺറൈസ് കാണാമെന്നുള്ള ലക്ഷ്യം. കാര്യം സ്ഥലം അറിയാത്തതുകൊണ്ട് ഞങ്ങൾ നടന്ന് തന്നെ കാണണമല്ലോ. അപ്പോൾ സൺറൈസ് കാണാൻ ഞങ്ങൾ 5:30-ക്ക് ഇറങ്ങി. 5:30-ക്ക് തന്നെ നമുക്ക് 5:30 അല്ല, ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ മെയിൻ റോഡിലെത്തി. മെയിൻ റോഡ് മീൻസ് ആ ഒരു സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് റോഡിലെത്തി. അവിടെ നമുക്ക് കുതിര അവൈലബിൾ 700 രൂപയാട്ടോ ഒരു കുതിരയിൽ നമ്മൾ ഈ ഒരു പോയിൻറ്റ്സ് എല്ലാം കാണുന്നെങ്കിൽ. ഇറ്റ് ഈസ് ഫൈൻ. പക്ഷേ എനിക്ക് തോന്നിയ പ്രശ്നം, നമ്മൾ കുതിരയിൽ പോകുമ്പോൾ നമുക്ക് എത്ര സമയം നിൽക്കണമോ അത്രയും സമയം നമുക്ക് അവിടെ ചിലപ്പോൾ നിൽക്കാൻ പറ്റണമെന്നില്ല. കാരണം ആ ഒരു കുതിരയുടെ കൂടെ വരുന്ന ആളിങ്ങനെ നമ്മളടുത്ത് ഇങ്ങനെ പറയും പെട്ടെന്നാവാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ ആദ്യം പോയി സൺറൈസ് കണ്ടു. പക്ഷേ ഫസ്റ്റ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് പോയപ്പോൾ തന്നെ കുറച്ച് നടന്നപ്പോൾ തന്നെ കിതയ്ക്കാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലായി കൂട്ടിയാൽ കൂടുന്നില്ല എന്ന്. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു, നമ്മളിങ്ങനെ ജസ്റ്റ് വഴി ചോദിച്ചു ഇങ്ങോട്ട് പോയാൽ സൺറൈസ് കാണാൻ പറ്റും. അപ്പോൾ ഒരാൾ പറഞ്ഞു സൺറൈസ് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇതുപോലെ ഒരു ലോക്കൽ ആളാണ്, അവിടുത്തെ ലോക്കലേറ്റാണ്. അങ്ങനെ ഞങ്ങൾ എന്നാലും സ്പീഡിൽ പോയി. ബട്ട് സൺറൈസ് കഴിഞ്ഞില്ലായിരുന്നു, വരുന്നതേ ഉള്ളായിരുന്നു. സണ്ണ് പതുക്കെ വരുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സൺറൈസ് കിട്ടി കേട്ടോ. പക്ഷേ അടിപൊളി വ്യൂ. ഫസ്റ്റ് നമുക്ക് കിട്ടിയപ്പോൾ ആ വ്യൂ കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറഞ്ഞെന്ന് പറയില്ല, ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് സിനിമയിൽ മോഹൻലാലല്ല ജയറാം വീഴാൻ പോലെ ആ സീൻ എനിക്ക് ഓർമ്മ. ഞാൻ വെച്ചത് റീക്രിയേറ്റ് ഒക്കെ ചെയ്താലോ വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സൺറൈസ് കാണാൻ നിന്നു. ഒത്തിരി മലയാളി ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി മലയാളീസ് സൺറൈസ് പോയിന്റിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സൺറൈസ് കണ്ടു. കുറച്ചധികം നേരം അവിടെ ഇരുന്നു കേട്ടോ. ഭയങ്കര നമ്മൾ പറയില്ലേ സമാധാനം, ആ ഒരു സാധനം കിട്ടുന്ന സ്ഥലം. നല്ല കാറ്റ്, ഇളം കാറ്റ്, നല്ല കാറ്റ്, കറക്റ്റ് സൺറൈസ്. പിന്നെ ഈ ഒരു പോയിൻ്റ് ഒരു 36 പോയിൻ്റ് ഉണ്ട് കേട്ടോ ആ ഒരു സ്ഥലത്ത്. അപ്പം എല്ലാവരും സൺറൈസ് പോയിൻ്റിലായിരുന്നു തിരക്ക്. പിന്നെ അങ്ങോട്ട് ഓരോ പോയിൻറ്റും തിരക്കുകൾ കുറവായിരുന്നു. ഓരോരുത്തരും നമുക്കിഷ്ടമുള്ള രീതിക്ക് അത് കറങ്ങി കാണാം. അപ്പം നമ്മൾ ജസ്റ്റ് വഴി നടന്നു. അപ്പോൾ ആദ്യം കാണുന്ന പോയിൻ്റ് അത് കാണാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം അതാണ് ഞങ്ങൾ വന്ന പോയിൻ്റ് ഇതാണ്. അപ്പം എല്ലാ പോയിൻറ്റിലും നമുക്ക് കാണുന്നൊരു ഹോൾ വ്യൂ ആണ്. ആ ഹോൾ വ്യൂവിൽ ഓരോ മലകളും പല വശത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് എന്താ കാണാം, ആ ഒരു സാധനമാണ് നമുക്കവിടെ കിട്ടിയത്. മഴയില്ലാത്തത് കൊണ്ട് ഫുൾ വ്യൂ കാണാമായിരുന്നു. പക്ഷേ ഫസ്റ്റൊക്കെ നമുക്ക് വ്യൂ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുമായിരുന്നു. ആ ഒരു ഫുൾ വ്യൂ ആയിട്ട് കിട്ടുമ്പോൾ കുറച്ച് കഴിഞ്ഞൊരു 10 മണി തൊട്ട് ആക്ച്വലി നമ്മൾ നടന്നിങ്ങനെ കാണുക. ഫുൾ കാട്, കുഞ്ഞിളം കാറ്റ്, വെയിൽ തീരെയില്ല. നടന്ന് പണ്ടാരടങ്ങും. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഇടയ്ക്ക് പട്ടീനെ കിട്ടും കേട്ടോ. ഈ പട്ടി നമ്മൾ വിചാരിക്കും നമ്മളോടത്തുള്ള സ്നേഹം കൊണ്ടാണ്, അല്ല. നമ്മൾ ഈ ഓരോ പോയിന്റിൽ പോകുമ്പോൾ അവിടെ കുഞ്ഞു പെട്ടിക്കടകളുണ്ട്. ആ ഒരു പെട്ടിക്കടയിൽ നിന്ന് അതിന് അറിയാം കൂടെ പോകുന്ന ആൾക്കാർ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ആ ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടി അപ്പോൾ നമ്മളുടെ പെട്ടിക്കടയിലോട്ട് വരുന്നു. അപ്പോഴും നമ്മൾ ഇത്രയും നടക്കുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി വാങ്ങിച്ചു കൊടുക്കും. നമ്മൾ ആ ബിസ്ക്കറ്റ് കഴിക്കുന്നു, അത് തിരിഞ്ഞു പോകും. അപ്പം ഞങ്ങൾ ഓരോ പോയിന്റിൽ പോയി ഒരു കുഞ്ഞു ചായ അല്ലെങ്കിൽ കുഞ്ഞു നാരങ്ങയാളും അതൊക്കെ കുടിച്ചു. ചില പോയിന്റിൽ പോയി ഭയങ്കര നമുക്ക് അവിടെ നിന്ന് വരാനേ തോന്നില്ല കേട്ടോ. ഭയങ്കര കാറ്റും ആ ഒരു പോയിന്റ് ഭയങ്കര ഒരു ഭംഗി തോന്നും. ഒരു 10 മണിവരെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വ്യൂ ആസ്വദിച്ചു. ഒരു 10 മണിക്ക് ശേഷം നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഈവൻ ദ വ്യൂ ഇസ് സോ ഗുഡ്, നമ്മൾ ഭയങ്കരമായിട്ട് തളരാൻ തുടങ്ങി. ബിക്കോസ് നല്ല ഉച്ചയാണ്, നല്ല വെയിൽ, കാടിക്കൂടിയാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ ആ പോയിൻറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ ഭയങ്കര വെയിലാണ്. തീരെ ഷെയ്ഡൊന്നുമില്ല, ഭയങ്കര ഒരു വെയിലാണ്. അപ്പം കൂടെ കുറച്ച് അവിടെ അധികം നിന്ന് നമുക്ക് ഇങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. 10 മണിക്ക് ശേഷം ഞാനും ക്യാപ്പ് എടുത്ത് വെച്ചു. പോയിൻ്റ് എത്തുമ്പോൾ അടിപൊളിയാണ്. പക്ഷേ പോയിൻ്റ് വരെ എത്തുന്നുള്ളത് നമ്മളൊരു വിൽപ്പവർ, നമുക്ക് എങ്ങനെയെങ്കിലും റൂമിൽ പോകണം എന്ന് തോന്നിയപ്പോൾ. കാര്യം ഓൾറെഡി നമ്മൾ 5:30 നടക്കുകയല്ല, 5:30 നമ്മൾ നടക്കുകയാണ്. അപ്പം പിന്നെ വെയിലും കൂടെ ആകുമ്പോൾ നമ്മൾ ഭയങ്കര തളർന്നു. പിന്നെ നമുക്ക് കഴിക്കാൻ കിട്ടുന്നതും അങ്ങനെയൊന്നും ഇല്ല. കുഞ്ഞു സാധനങ്ങളാണ്, ബിസ്ക്കറ്റ് ആയിരിക്കാം, അതുപോലത്തെ കുഞ്ഞു സ്നാക്സ്. അല്ലെങ്കിൽ നമ്മൾ അതും കൂടി കൊണ്ടുപോകണം. നമ്മൾ ആ വെയിറ്റും കൂടെ നമ്മൾ ബാഗിൽ ചുമക്കണ്ടേ. ഓൾറെഡി ബാഗിനകത്ത് ഒരു കുട, ഒരു വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട്. നമ്മൾ മഴ പ്രതീക്ഷിക്കുകയാണ്. കാരണം നമ്മൾ പോയ ദീപാവലി സമയത്ത് ഇവിടെ നാട്ടിലും മഴയായിരുന്നു, ബാംഗ്ലൂരും മഴ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അവിടെ മഴ കിട്ടുമായിരിക്കുന്ന പ്രതീക്ഷ നമ്മൾ പോയി കേട്ടോ. മഴയായിരിക്കും വെച്ചാൽ ഞാനും എൻ്റെ ഫ്രണ്ടും ഷൂസ് അല്ല എടുത്തത്. മഴയാണെങ്കിൽ അതും കൂടി കൊണ്ടുവരാൻ പാടല്ലേ എന്ന് വിചാരിച്ചിട്ട് സാധാ നോർമൽ ചപ്പൽ എടുത്തുകൊണ്ട് പോയത്. അതും കഴിഞ്ഞു, അതും ഇച്ചിരി പണി കിട്ടി. എന്നിട്ട് ഞങ്ങളവിടെ പോയി. ഞങ്ങൾ കുറച്ചെങ്കിലും തിരക്ക് കണ്ട ഈ ലേക്കിൻ്റെ ഭാഗത്തായിരുന്നു കേട്ടോ. ഈ ഒരു ചാർലോട്ട് ലേക്ക് എന്ന് പറയുന്ന ഈ ലേക്കിൻ്റെ ഭാഗത്തായിരുന്നു കുറച്ചെങ്കിലും ആൾക്കൂട്ടം കണ്ടത്. അവിടെയായിരുന്നു ഒത്തിരി ടൂറിസ്റ്റ്. എനിക്ക് തോന്നുന്നു മേ ബി അവർ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലേസ് അതായിരിക്കും. നമ്മൾ ജസ്റ്റ് സൺറൈസ് കണ്ട് ഞങ്ങളങ്ങനെ നടന്നു, എന്തായാലും ഫുൾ നടന്ന് കാണാം. അപ്പം ഞങ്ങളുടെ ഒരു വെറുതെ അങ്ങ് നടന്നു, കാണുന്ന പോയിന്റുകളിൽ കയറി കണ്ടു എന്നേ ഉള്ളൂ. ഉച്ചയ്ക്കൊക്കെ അവിടെ നിന്ന് മീൽസൊന്നും ഞങ്ങൾ കഴിച്ചില്ല. ഞങ്ങൾ ഈ ഒരു വടാപ്പാവാണ് കഴിച്ചേ.
അത് കഴിച്ചിട്ട് വീണ്ടും കുറച്ചും കൂടെ നമ്മൾ നടന്നു. നമ്മൾ തീരുമാനിച്ചു ഇനി പോകുന്ന വഴിക്കുള്ള റൂമിലോട്ട് തിരിച്ച് പോകുന്ന വഴിക്കുള്ള പോയിന്റുകൾ മാത്രമേ കാണുള്ളൂ നമ്മൾ തീരുമാനിച്ചു. വരെ അത്രയ്ക്ക് നമ്മൾ തളർന്നു. വെയിലും കൂടെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് തളർന്നു കേട്ടോ. നട്ടുച്ചി കണ്ട കുതിരകളെ കണ്ട എത്രമാത്രം കുതിരകളെ വളരുന്നത്. ഇതെല്ലാം ആൾക്കാരെ കൊണ്ടുവന്നിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ അവിടുത്തെ ആ ഒരു നടക്കുന്ന ടെറൈനും ഭയങ്കര സ്മൂത്തല്ല. അപ്പോൾ നമ്മൾ കുറച്ചധികം ബുദ്ധിമുട്ടി വേണം ആ ടെറൈനിൽ കൂടി നടക്കാനും. ഈ ഒരു പോയിൻ്റൊക്കെ കണ്ടോ, അവിടെയൊക്കെ ഫോട്ടോ എടുക്കുന്ന നമ്മളെ ഫോണിൽ ഒരു ഫോട്ടോ എടുത്ത് തരുന്നതിന് 20 രൂപയാണ് കണ്ട. കുഞ്ഞാണെങ്കിൽ കപ്പിൾ ഫോട്ടോ 20 രൂപ, സിംഗിൾ ഫോട്ടോ ആണെങ്കിൽ 10 രൂപ. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്ത് കൈൻഡ് ഓഫ് ബിസിനസ് ആയാലും ചില ആൾക്കാർ എടുക്കുമായിരിക്കും, നമ്മൾ അതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ബുദ്ധിമുട്ട്, ആസ് എ ഗേൾ ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയത് എൻ്റെ അമ്മയെ ഒരിടത്ത് ഒരു ഫെസിലിറ്റി ഇല്ല, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും അവിടെ ഒന്നും ഇല്ല. നിങ്ങൾ പിന്നെ പബ്ലിക്കലി ഒഴിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം, അല്ലാണ്ട് വേറൊരു ഓപ്ഷൻസ് അവിടെ അവൈലബിൾ അല്ല. അങ്ങനെ കഴിഞ്ഞ് എങ്ങനെയോ മെയിൻ റോഡിലെത്തി. ആദ്യം കഴിച്ചത് ഫുഡ് കഴിച്ച് തളർന്ന് പണ്ടാരടങ്ങിയായിരുന്നു. എന്തോ ഒരു പുലാവാട്ടോ. അത് കഴിഞ്ഞ് നേരെ റൂമിലോട്ട് പോയി. ഞങ്ങൾക്ക് ഇത്തവണ പക്ഷേ മിസ്സായൊരു സാധനം, ആ ടോയ് ട്രെയിൻ മിസ്സായി. കാരണം നമ്മുടെ ടൈമിങ്ങിനനുസരിച്ച് ആ നമ്മൾ എത്തുന്ന സമയത്തോ അല്ലെങ്കിൽ രാവിലെ ഒന്നും ടോയ് ട്രെയിൻ ഇല്ല. ഈ ഒരു വൈകുന്നേരത്തെ ടോയ് ട്രെയിൻ ഉണ്ടായി. അപ്പോൾ ജസ്റ്റ് നമുക്ക് കാണാനേ പറ്റുള്ളൂ, ടോയ് ട്രെയിനിൽ കയറാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ അതും കണ്ടിട്ട് അടുത്ത സൺസെറ്റ് പോയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സൺസെറ്റ് പോയിന്റിൽ എത്താൻ വേണ്ടിയിട്ട് നടന്നു. പക്ഷേ ഞങ്ങൾക്ക് സൺസെറ്റ് കിട്ടിയില്ല കേട്ടോ. അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഓൾറെഡി സൺസെറ്റ് കഴിഞ്ഞ് ഭയങ്കര ഇരുട്ട്. ഞങ്ങൾ തിരിച്ചിങ്ങ് പോന്നു. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും ഒരു ഡിന്നറും കഴിച്ച് ഞങ്ങൾ അത് അവസാനിപ്പിച്ചു. രാത്രിയായപ്പം കാലൊന്നും വയ്യ ഗൈസ്.